രഞ്ജിത്ത്, ഇപ്പോൾ ആദ്യത്തെ അൻവറിൻ്റെ പരിപാടിയിലും കോഴിക്കോട് നിന്നടക്കം ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. എന്താണ് അൻവർ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി, അനുകൂലികൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കേൾക്കാൻ വേണ്ടി എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി പലയിടത്തുനിന്നും ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അൻവർ പറയുന്നത് എന്ന് ഏതാണ്ട് അറിയാം. അപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്നവരായിരിക്കും ഇന്ന് വരുന്നവർ എന്ന് അനുമാനിച്ചുകൂടെ? ഈ ചന്തക്കുന്നിൽ നിലമ്പൂരിലെ സമ്മേളനത്തിനും കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിലെ സമ്മേളനത്തിനും വ്യത്യസ്തമായിട്ട് ഈ മഞ്ചേരിയിലെ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് രണ്ട് വേദിക്കും ഒരു പ്രത്യേകതയുണ്ട്, ഈ പറയുന്ന സദസ്സിനും ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ചന്തക്കുന്നിലെ വേദി എന്ന് പറയുന്ന ഒരു പിക്കപ്പ് വാൻ ആയിരുന്നു. അവിടെ അൻവർ മാത്രമാണ് സംസാരിച്ചത്. ഇവിടെ ഇപ്പോൾ വേദിയിൽ 10 കസേരകളുണ്ട് അല്ലേ? മുബഷീറിനെയാണ് വേദിയിലെ കസേര എണ്ണിയത്. 10 കസേരകളുണ്ട്. ആരൊക്കെ ആയിരിക്കും ഗസ്റ്റ് ഉണ്ടോ? ആരൊക്കെയാകുമെന്ന കാര്യത്തിൽ അൻവറിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചന്തക്കുന്നിൽ ഇപ്പോൾ വഴിക്കട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഈ സുഖുവിനെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം CPM നേതാവ് കൂടിയായിരുന്നു. ഇങ്ങോട്ടേക്കും അത്തരത്തിലുള്ള പ്രമുഖർ വരുമെന്ന അവകാശവാദം അൻവർ ഉന്നയിക്കുന്നു. നേതാക്കൾ ഉണ്ടാവണമല്ലോ. നേതാക്കൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഗസ്റ്റാണ് വേണ്ടത്. തീർച്ചയായും നേതാക്കൾക്ക് വേണ്ടി തന്നെയാവും 10 കസേര എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ CPM-ൽ നിന്നും ആരെങ്കിലും ഉണ്ടാകുമോ, മുസ്ലിം ലീഗിൽ നിന്നും ആരെങ്കിലും, വിശേഷിച്ച് മുസ്ലിം ലീഗിന്റെ അണികളിലൊക്കെ വലിയ പിന്തുണ അൻവറിനുണ്ട്. ചന്തക്കുന്നിലെ പരിപാടിയിൽ വലിയ രീതിയിൽ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിന്റെ അണികളും അനുഭാവികളും വന്നിട്ടുണ്ട്. അത് സംഘടനാ തലത്തിലും നേതാക്കളിലും വലിയ രീതിയിലുള്ള നിലപാട് വ്യക്തമാക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ET-ഒക്കെ തന്നെ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്. KM ഷാജി ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അൻവർ ഉന്നയിക്കുന്ന സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സംഘപരിവാർ വിരുദ്ധ പ്രസംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് കൊണ്ടും അതുകൂടിയാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കൗതുകം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വേദിയിലെ 10 കസേരകൾ എന്ന് പറയുന്നത് ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. അൻവറിനൊപ്പം വേദിയിൽ ആരൊക്കെ എന്നുള്ളതാണ്. ചന്തക്കുന്നിൽ ഒരേ ഒരാൾ മാത്രമാണ്, മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സുഖുവായിരുന്നു. ഇവിടെ ആരൊക്കെ എന്നുള്ളതാണ്. അല്ലമീൻ ഉണ്ട് എന്നോടൊപ്പം. ഇവിടെ ഇപ്പോൾ എത്ര കസേര ഉണ്ടാവും ഏകദേശം? കസേര ഏതായാലും ഒരു 10,000 കസേര ഉണ്ടാവും. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് 1,00,000 പേര് കസേര ഉള്ളൂ. 1000 മുകളിലുണ്ട്. ഒരു 10,000-2000 കസേരകളുണ്ട്. ഈ സദസ്സിലെ കസേരയ്ക്കും രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അൻവർ പറഞ്ഞ 1,00,000 പേരാണ്. ഇനി അതിന് പകുതി ആളാണെങ്കിൽ പോലും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ കണ്ട കസേരകൾ മലയാളം എണ്ണിയതനുസരിച്ച് 2,500 മുകളിൽ കസേര എണ്ണിയിട്ടില്ല ഏകദേശം. പക്ഷെ അതിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് സമയത്തിലേക്ക് അടുക്കുമ്പോൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വിജയം തന്നെയായിരിക്കും, അക്കാര്യത്തിലൊരു സംശയമില്ല. പിന്നെ ഈ വേദിയിൽ ആരൊക്കെ ആയിരിക്കും അൻവറിനൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ള, ഈ സദസ്സിലുള്ള ആളുകളെക്കാൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, കണ്ണുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന മലയം അവിടേക്ക് തന്നെയായിരിക്കും. വരുന്ന പങ്കിടുന്ന ആളുകളുടെ ഒരു പശ്ചാത്തലം, സാന്നിധ്യം, അതാരൊക്കെ, അതിലെന്ത് സസ്പെൻസാണ്, സർപ്രൈസാണ് അൻവറിന് പുറത്തുവിടാനുള്ളത് 5 മണിക്ക് പരിപാടി തുടങ്ങുമ്പോൾ എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിനപ്പുറത്തേക്ക് ഈ കസേരകളിൽ വന്നിരിക്കുന്ന ആളുകൾ അത് അൻവറിനെ കേൾക്കാനും അൻവറിൻ്റെ ഈ നയം എന്താണെന്ന് മനസ്സിലാക്കാനും വരുന്നതിനപ്പുറം അൻവറിൻ്റെ ഇനി അങ്ങോട്ടുള്ള യാത്രകളിൽ ഒപ്പം ഉണ്ടാകുന്ന ആൾക്കൂട്ടമായിരിക്കുമോ, അതല്ല ഇവിടെ വന്ന് കേട്ട് പിരിഞ്ഞു പോകുന്ന ആൾക്കൂട്ടമായിരിക്കുമോ എന്നുള്ളതും ഈ സമ്മേളനത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറയുമായിരുന്നു, ഫാൻസ് അണികളായി പ്രവർത്തകരായി മാറുമോ എന്നുള്ളതാണ്. CPM ഈ ഒരു ആൾക്കൂട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും STPയുടെയും ഒക്കെ പ്രവർത്തകർ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചോദിച്ചതിൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും STPയും ഉണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അപ്പോഴും ഉണ്ടല്ലോ, ഈ കേൾക്കാൻ വന്നവരാണെങ്കിൽ പോലും ചന്തക്കുന്നിൽ 200 എന്ന് പറഞ്ഞത് 6000-ന് അടുത്ത ആൾ വന്നു. ഇവിടെ എത്ര വരും നമുക്കറിയില്ല. 1,00,000 എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരു 10,000 ആൾക്കാർ വന്നാൽ പോലും 1,00,000-ന്റെ മതിപ്പുണ്ടാവുന്ന വലിയ വേദിയാണ്. അത്ര നിറച്ച് കസേരകളുണ്ട്. വേദിക്ക് പുറത്തേക്ക് കസേരകളുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നല്ല മഴ പെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വഴിക്കടവിൽ നിന്ന് 2-3 ബസ്സുകൾ ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ് സിനോജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് എത്രത്തോളം പിന്തുണയുണ്ട് എന്നുള്ളതാണ്. സമഗ്രമായി സാമാന്യമായി കേരളത്തിൽ മൊത്തത്തിൽ ഉള്ള ഒരു ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം മലബാറിന്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ അണികൾ എത്രത്തോളം അൻവറിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കാതോർത്തി. അൻവർ തുടങ്ങിയത് മലപ്പുറത്തെ SP-ക്കെതിരെയാണ്. പിന്നീട് അത് ക്രമസമാധാന ചുമതല ADGP-ക്കെതിരെ നീങ്ങുന്നു, മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ നീങ്ങുന്നു, മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുന്നു, പിന്നീട് സ്വർണ്ണക്കടത്ത് വിഷയം, പിന്നീട് മലയോര മേഖലയിൽ പ്രശ്നം, അങ്ങനെ പല വിഷയങ്ങളിൽ സ്പർശിച്ചുകൊണ്ടാണ് അൻവർ ഇവിടെ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ വേദിയിൽ അതിനൊക്കെ എത്ര കണ്ട് വിശാലമായി അൻവർ തൊട്ടുപോകും. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് മലബാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ്. അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാനാവില്ല ഒരു മുന്നേറ്റവുമായി വരുമ്പോൾ. അതിനപ്പുറത്തേക്ക് അൻവർ കൊണ്ടുവരുന്ന ക്യാൻവാസ് അതെന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം. ഈ നിലമ്പൂരിന്റെ ഒരു പാർട്ടി എന്നല്ല അൻവർ പറയുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ്. അപ്പോൾ ഈ സംസ്ഥാനത്തേക്ക് പടരാൻ വേണ്ടി അൻവറിനൊരു ആത്മവിശ്വാസം കൊടുത്തത് നിലമ്പൂരിൽ അൻവറിനുള്ളൊരു ബേസാണ്. ആ നിലമ്പൂരിൽ അൻവറിന് എത്രത്തോളം ബേസ് ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായും പാർട്ടി നിർജീവമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, 29 വർഷത്തോളം കോൺഗ്രസ് കുത്തകയായ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായും MLA ആയും നിയമസഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലത്തിലേക്ക്
PV അൻവറിലൂടെ പുത്തൻപീട്ടിൽ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഷൗക്കത്ത് അലിയുടെ മകനായിട്ടുള്ള PV അൻവറിലൂടെയാണ് ഇടതു മുന്നണി മണ്ഡലം തിരിച്ചുപിടിക്കുന്നത്. അത് ചെറിയൊരു കാര്യമായിരുന്നില്ല. പാർട്ടി അവിടെ ആക്റ്റീവായിട്ട് നിലനിർത്തിയ ഇക്കാലം അത്രയും അൻവർ തന്നെയായിരുന്നു. അൻവർ അവിടെ MLA ആയതിനു ശേഷം 3 പഞ്ചായത്തുകൾ ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചിട്ടുണ്ട്. അമരമ്പലം പഞ്ചായത്താണെങ്കിലും പോത്തുകല്ല് ചുങ്കത്തറ പഞ്ചായത്ത് ഉൾപ്പെടെയാണെങ്കിലും ഇടതുമുന്നണിക്ക് പിന്നീട് ഭരണം ലഭിച്ചു. നിലമ്പൂർ നഗരസഭയ്ക്ക് നേരത്തെ നമ്മളതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തു. ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചു. വികസന മുന്നണി എന്ന പേരിൽ ഒരു പ്രത്യേക മുന്നണി അവിടെ രൂപീകരിച്ചായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നതിന് മുൻപ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഏറനാട് നിയോജക മണ്ഡലത്തിലും സ്വതന്ത്രനായി മത്സരിച്ച് ഏകദേശം 40,000-ലധികം വോട്ട് വയനാട് നേടി. ഏറനാട് നിയോജക മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തി. ഔദ്യോഗിക LDF സ്ഥാനാർത്ഥിയെ പിന്തള്ളിക്കൊണ്ട് 2ാം സ്ഥാനത്ത് അവിടെ എത്തിയെന്നുള്ളതാണ്. വയനാട് നിയോജക മണ്ഡലത്തിലെ മികച്ച പ്രകടനമായിരുന്നു അൻവറിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് കൃത്യമായ ബേസിക് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ അൻവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അൻവർ സ്ഥാനാർത്ഥിയായിട്ടുമ്പോൾ നിലമ്പൂരിലെ CPM-ന്റെ ഏരിയ കമ്മിറ്റികൾ അൻവറിനെതിരായിരുന്നു. എന്നാൽ പിന്നീട് അതേ ഏരിയ കമ്മിറ്റികൾ അൻവറിന്റെ ഫാൻസായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മലയമ്മ നമുക്ക് ഇവിടെ വന്ന ആളുകളുടെ പ്രതികരണത്തിലും കൂടി പോകുന്നുണ്ട്. മലയമ്മയാണ് കുറച്ച് നേരത്തെ എടുത്തിട്ടുള്ളത്. ആ പ്രതികരണം ആളുകൾ എത്രത്തോളം അവർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ അല്ലെങ്കിൽ CPM-ന്റെ അണികളാണോ കോൺഗ്രസ്സുകാരാണോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുണ്ടാവും. ഇവിടെയൊക്കെ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. തീർച്ചയായും ആ ആകാംക്ഷയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അറുതി വരുത്താവുന്നതാണ്. ചേട്ടാ എവിടുന്നാണ് വരുന്നത്? ഞാൻ തിരൂരിൽ നിന്നാണ്. എവിടെയാ? തിരൂരിൽ നിന്ന് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്. ഈ അൻവറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണോ? അല്ല. ഞാൻ എന്താണ് ഈ വിശദീകരണ യോഗം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെപ്പോലത്തെ യുവാക്കൾ ഒരുപാട് ഈ യോഗത്തിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു നവരാഷ്ട്രീയ ഏതെങ്കിലും പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനിതുവരെ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല. എനിക്ക് പാർട്ടി രാഷ്ട്രീയമായിട്ട് ഒരു താല്പര്യമില്ല. പക്ഷേ കാലങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ കേരളത്തിൽ ഈ ഒന്നെങ്കിൽ UDF ഇല്ലെങ്കിൽ LDF ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടല്ലോ, ഇത് എന്നെപ്പോലത്തെ ഒരുപാട് യുവാക്കൾ ഇല്ലെങ്കിൽ ജനങ്ങൾ ഒരു 80% ആളുകളും മാറ്റം വേണമെന്ന് കൊതിക്കുന്ന ആളാണെന്ന് തീർച്ചയായിട്ടും. ചേട്ടൻ എവിടെ വരുന്നത്? ഞാൻ അരീക്കോട്. അൻവറിന്റെ ഫോളോവറാണോ? ഞാൻ പണ്ടേ അൻവറിൻ്റെ ഒരു ആരാധകനാണ്. പിന്നെ അൻവർ എങ്ങോട്ടാണ് കോൺഗ്രസ് നിന്നപ്പോൾ അന്നും ഇന്നും എന്നും ഞാൻ അൻവറിനെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് കാണുന്നത്. നിലപാടുകളുടെ അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടി വെക്കാൻ കൂടെ നിൽക്കാൻ വേണ്ടി വരുന്നതാണ്. എവിടെ വരുന്ന കേട്ടാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മുൻപ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടോ? ഇല്ല, ഞാനൊരു അനുഭവിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് തകരാറ്. എല്ലാം നല്ലതാണ് അൻവർക്ക പറയുന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ഫ്രണ്ടിലുണ്ട്. പക്ഷേ 140 MLA-മാരുടെ ഇടയിൽ ഈ ഭരണത്തിൻ്റെ തകരാറുകളൊക്കെ പറയാൻ അൻവർക്കൊക്കെ സാധിച്ചു എന്നതിൽ വലിയൊരു നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ. അത് കൂടെ ഉണ്ടാവും. ഇപ്പോഴത്തെ സപ്പോർട്ടല്ല, ഇനി കൂടെ ഉണ്ടാവും. ഓക്കെ. സ്മൃതി, ഇത് വളരെ വ്യക്തമാണ്. അത്തരത്തിലൊരു നിലപാട് പൊതുവെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. എവിടെ വരുന്നേട്ടാ? അരീക്കോട്. ഈ അൻവറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണോ? അല്ല, അൻവറിന്റെ കൂടെ ഉള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പക്ഷേ അൻവറിന് ഫുൾ സപ്പോർട്ടാണ്. എന്താ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു? പിണറായിന്റെ ഇതേപോലത്തെ ഭരണങ്ങൾ തന്നെയാണ്. ഒന്നിനും മറുപടി ഇല്ല. നേരത്തെ CPM-നാണോ വോട്ട് ചെയ്തത്? അതെ, CPM അനുഭാവിയാണ് ജനിച്ചത് മുതൽ. അരീക്കോട്. ഇനിയിപ്പം ഈ അൻവർ ഒരു പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കൂ അല്ലെങ്കിൽ സപ്പോർട്ട് മാത്രം? 100% സപ്പോർട്ട് കൊടുക്കും. പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. ഓക്കെ. ഇത്തരത്തിൽ സമീപനം പൊതുവെ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് അൻവർ മാറുകയാണെങ്കിൽ, പാർട്ടി പ്രഖ്യാപിച്ച് വരികയാണെങ്കിൽ സപ്പോർട്ട് എന്നുള്ളതിനപ്പുറത്ത് പൂർണ്ണമായും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കേവലം ഫാൻസുകളല്ല, പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. അവരത് പറയുന്നുണ്ട്. പക്ഷേ രംഗത്തേക്ക് വരുമ്പോൾ ഇനി വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് അവിടെയായിരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ്. എവിടത്തെ ഉപതെരഞ്ഞെടുപ്പ്? നിലമ്പൂരാണോ? അല്ല, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാടുണ്ട്, ചേലക്കരുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അൻവറിനെ ഒരുപക്ഷെ കൂടുതൽ അവിടെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഈ ഭാഗങ്ങളായിരിക്കും. അതല്ലെങ്കിൽ അൻവർ MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിന് തയ്യാറാകണം. ഏതായാലും ഈ പറഞ്ഞ പാലക്കാട്, ചേലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പ്, പിന്നീട് അവരായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. അവിടെയൊക്കെ ഈ ആൾക്കൂട്ടം എത്രത്തോളം പ്രവർത്തന രംഗത്ത് സജ്ജമായി ഉണ്ടാകുമെന്നുള്ളതും ഏറെ പ്രധാനമായിരിക്കും. പക്ഷേ അതുകൂടിയായിരിക്കും അൻവറിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇന്ധനമാവുക. ആ ഒരു പിന്തുണ കൂടിയാണ്. ഇവിടെ വന്ന വാക്കാൽ പറയുന്ന പിന്തുണയ്ക്കപ്പുറം ഈ ആളുകൾ എത്ര പേർ അന്നുണ്ടാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അൻവറിന് വിജയിക്കാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എത്രത്തോളം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കേരള രാഷ്ട്രീയത്തിന്റെ വലിയ ആശങ്ക പോലെ എൻ്റെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ കസേരകൾ നിറയുമോ എന്നുള്ളതാണ്. കാരണം നിലമ്പൂരിലെയോ കോഴിക്കോട്ടെയോ പോലെയല്ല, വലിയൊരു കസേരകൾ നിരത്തിയിട്ടുണ്ട് അല്ലേ? ഈ കസേരകൾ നിറയാൻ സാധ്യതയുണ്ടോ? ഈ കസേരകൾ നിറയുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ തൽക്കാലം